ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ നിങ്ങളുമായിട്ട് ഫ്രണ്ട് ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നലെ ഞാനൊരു ചെറിയ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോൺസിയർഷിനെ കുറിച്ചുള്ള അപ്പോൾ ഞാനതിൻ്റെ ബാലൻസ് ആയിട്ട് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ഒരു കോൺസിയർഷ് എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ എല്ലാം വെരി ലാർജ് ഹോട്ടൽസിലാണ് ഈ കോൺസിയർഷിൻ്റെ ഒരു സിസ്റ്റം ഉള്ളത്. ബെൽ ഡെസ്ക് കൊണ്ട് മാത്രം തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഒരു കോൺസിയർഷ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും കോൺസിയർഷ് എന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനത് ഇംഗ്ലീഷിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇംഗ്ലീഷ് മലയാളത്തിൽ അത് മനസ്സിലാവുമായിരിക്കുമല്ലോ. സർട്ടിഫൈഡ് കോൺസിയർഷസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ prominent display of gold crossed keys on their jacket lapels. എന്ന് പറഞ്ഞാൽ അവരുടെ ലാപ്പൽസിൽ അവർ സൂട്ടിട്ടിരിക്കുന്ന ലാപ്പൽ എന്ന് പറയുന്ന നമ്മുടെ സൈഡിലുള്ള ആ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ടല്ലോ, അതാണ് ലാപ്പൽ എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഗോൾഡ് ക്രോസ്ഡ് കീസ് വെച്ചേക്കും. ആക്ച്വലി ഇത് എവിടെ നിന്നാണ് ഈ കോൺസിയർഷ് ഉത്ഭവിച്ചത്? സെഞ്ച്വറീസ്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണിത് കേട്ടോ. കോൺസിയർഷ് ഈസ് പെർഹാപ്സ് ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് പൊസിഷൻ ഇൻ ദ യൂണിഫോംഡ് സർവീസ് ഏരിയ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതെങ്ങനെയുണ്ട്? നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദ കോൺസിയർഷ് വാസ് ദ കാസിൽ ഡോർ കീപ്പർ എന്നാണ് പറയുന്നത്. കാസിൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പഴയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ. അതിൻ്റെ ഡോർ കീപ്പേഴ്സ് ആയിരുന്നു ഈ കോൺസിയർഷ് എന്ന് പറയുന്നത്. Okay. A concierge's job was to ensure that all the castle occupants were safely locked in their rooms at night. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രാജാക്കന്മാരുടെ കാര്യങ്ങളായി പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ യൂറോപ്പിലൊക്കെ ഉള്ള ഒരു സിസ്റ്റമായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇവർ ഗോൾഡൻ കീസിലാണ് ഇവരുടെ ആ ലേപ്പലിൽ ഞാൻ പറഞ്ഞില്ല, സൂട്ടിൻ്റെ പോക്കറ്റിൽ യൂണിഫോമിൻ്റെ ആ പോക്കറ്റിൽ തന്നെ ഇങ്ങനെയുള്ളൊരു ഗോൾഡൻ കീസ് കിടക്കും. ഫ്രഞ്ചിൽ പറയുന്നത് നോൺ ആസ് ലേ ക്ലേഫ് ദ ഓർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഇംഗ്ലീഷിൽ ഗോൾഡൻ കീസ്. അതങ്ങനെ തന്നെ ഒരു അസോസിയേഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് കോൺസിയർഷ് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ? Concierges provide custom services to hotel guests. The duties include making reservations for dining, obtaining tickets for the theatre, and spotting events, arranging for transportation by limousine, airplane or train. ഇതെല്ലാം ഈ കോൺസിയർഷ് ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. ആൻഡ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓൺ കൾച്ചറൽ ഇവൻറ്റ്സ്, ഓക്കെ, ആൻഡ് ലോക്കൽ പോയിൻറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കോൺസിയർഷ് നല്ല വെൽ ഇൻഫോംഡ് ആയിരിക്കണം. കോൺസിയർഷ്യസ് ആർ നോൺ ഫോർ ബീയിങ് ഏബിൾ ടു അച്ചീവ് ദ ഇംപോസിബിൾ എന്നാണ് പറയുന്നത്. ഇമ്പോസിബിൾ, അസാധ്യമായ കാര്യങ്ങൾ സുസാധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നെ കോൺസിയർഷിനെ സംബന്ധിച്ച് അവർ ഒത്തിരിയധികം ഒരു ലാംഗ്വേജ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ പല ലാംഗ്വേജുകൾ പഠിച്ചിരുന്നാൽ നല്ലതായിരിക്കും. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഗസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അവരെ സ്വീകരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഒരു കോൺസിയർഷിനെ സംബന്ധിച്ച് പല ഭാഷകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. In some hotels, the head concierge is the manager of the uniformed service department. When this is the case, the head concierge assumes additional responsibilities for supervising all uniformed service personnel. യൂണിഫോം പ്രത്യേകമായിട്ട് ഇരിക്കുന്ന ആ സ്റ്റാഫിനെയാണ് യൂണിഫോംഡ് സർവീസ് പേഴ്സണൽ എന്ന് പറയുന്നത്. In large hotels, the head concierge is typically too busy to undertake such tasks and supervises employees in the concierge department only. അവരപ്പോൾ ആ വലിയ ഹോട്ടൽസിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരിയധികം റൂം 2500-3000 റൂമുള്ള ഹോട്ടൽസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ അങ്ങനെയാണത്. കോൺസിയർഷിന് സമയമില്ല, അവരപ്പോൾ ആ കോൺസിയർഷിലെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അതാണ് കോൺസിയർഷ് എന്ന് പറയുന്നത്.
ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ഇമേജ് ഒന്ന് കാണുക കേട്ടോ. അവർ യൂണിഫോംഡ് സ്റ്റാഫാണ്, അവരുടെ യൂണിഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചീഫ് കോൺസിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡാണ് ആ കോൺസിയേഴ്സ് സെക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അത് പിന്നെ അവർ കീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കേട്ടോ. ഇന്നലത്തെ ആ പടം ഒന്ന് നോക്കി, ഇമേജ് നോക്കി, അതിനകത്ത് കീസ് പിന്നെ താക്കോലുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് അതിന് പുറകിലായിട്ട്, അത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവരും അറിയത്തില്ലെങ്കിൽ പ്രത്യേകം പഠിച്ചിരുന്നോളൂ കേട്ടോ. കാരണം വെൽ ഡെസ്ക് കൂടാതെ തന്നെ കോൺസിയേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ പിന്നെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുണ്ട്. അത് വലിയ ഹോട്ടൽസിലാണ് സാധാരണ ഉള്ളത്. ഞാൻ ജോലി ചെയ്തിരുന്ന ഷെറാട്ടൺ ഹോട്ടലിൽ കോൺസിയേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അന്ന് എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഫ്രണ്ട് ഓഫീസ് കാഷ്യറായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന്. പിന്നീട് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഹയസ്റ്റ് സ്റ്റഡീസാണ് ഞാൻ ജർമ്മനി ചെയ്തത്. സ്റ്റാറ്റ്ലിഷ് ഗെഫ്രിപ്റ്റർ ബെത്രീബ് സ്പിരിറ്റ് എന്നാണ് അതിന് പറയുന്നത്, ഞാൻ പഠിച്ച ഡിഗ്രിയുടെ പേര്. ഓക്കെ, അതിവിടെ ഈക്വൽ ടു, ഞാൻ പല സ്ഥലത്തും ഇവിടെ അന്വേഷിച്ചായിരുന്നു, ഒരു MBAയുടെ ഒക്കെ തുല്യമായിട്ട് വരും. ഓക്കെ, അതിൽ മുകളിലായിട്ട് വേറെ സ്റ്റഡീസ് ഇല്ല അവിടെ. പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ ജർമ്മനൊക്കെ പഠിച്ച് വന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വരുന്നവരുണ്ടല്ലോ, പഠിക്കാൻ വരുന്നവർ. അപ്പോൾ ആദ്യം 3 years ആദ്യം പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പഠിച്ച കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഡിഗ്രി ഉണ്ടായിരുന്നു ഓൾറെഡി. അത് അവിടുത്തെ കുൾത്തൂർ മിനിസ്റ്റീരിയം എന്ന് പറയും, അവിടുത്തെ കൾച്ചറൽ മിനിസ്ട്രി, അവർ എനിക്കത് അപ്രൂവ് ചെയ്ത് തന്നു, ഈക്വൽ ടു ദ ഡിഗ്രി വാട്ട് ദേ ഹാവ്. അതുകൊണ്ട് എനിക്ക് ഫർദർ പിന്നെ പഠിക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ജർമ്മനിയിൽ പഠിച്ച് എൻ്റെ സ്റ്റാറ്റ്ലിഷ് ഗെഫ്രിപ്റ്റർ ബെത്രീബ് സ്പിരിറ്റ് എന്നുള്ള ഡിഗ്രി എടുത്തത്. അതിനുശേഷം ഞാൻ ഒരു ഷെറാട്ടണിലും നോവോട്ടൽ ഇങ്ങനെയുള്ള ഹോട്ടൽസ് ജോലി ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം പിന്നീട് ചില ആരോഗ്യപരമായ കാരണങ്ങളാണ് ഞാൻ തിരിച്ചു പോകുന്നത് തന്നെ കേട്ടോ. തണുപ്പടിക്കാൻ മേലാത്തൊരു രോഗം എനിക്കുണ്ടായി. അതുകൊണ്ട് പിന്നെ ഞാൻ നാട്ടിൽ വന്ന് പിന്നെയും ഇവിടുത്തെ ഹോട്ടലിൽ ജോയിൻ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, ജനറൽ മാനേജറൊക്കെ ആയിട്ട്, ഫ്രണ്ട് ഓഫീസ് മാനേജർ, ജനറൽ മാനേജറൊക്കെ ആയിട്ട് ജോലി ചെയ്ത് അവസാനം അതും കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ കോവളത്താണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പിന്നീട് ഞാൻ ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഇൻ ട്രിവാൻഡ്രം കുറ്റിച്ചൽ സ്ഥാപിച്ചു. അത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കീഴിലുള്ള ആദ്യത്തെ സ്ഥാപനമാണ് ഈ 4 year ഡിഗ്രി കോഴ്സുള്ള. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നല്ല കോളേജാണ്, ഐ ക്യാൻ റെക്കമെൻഡ്. വേറെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് ജോലി ചെയ്തിരുന്ന 2 പേര്, അവർ 2 കോളേജുകളിലോട്ട് പോയി. അവരവിടുത്തെ പ്രിൻസിപ്പൽമാരും ഒക്കെയാണ്. ആ കോളേജുകളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. ഞാൻ എല്ലാ കോളേജിൻ്റെയും പേരൊന്നും ഇവിടെ പറയുന്നില്ല. അത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ലൊരു അവസരമാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ അതിന് പോകാവുള്ളൂ കേട്ടോ. മുന്തിത്തള്ളി ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതിനൊന്നും പോകരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ഓഫീസിൻ്റെ പല സെക്ഷൻസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ബെൽ ഡെസ്കിനെ കുറിച്ച് ഏതാണ്ടൊരു ഐഡിയ പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ കോൺസിയേഴ്സായി. ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ അതർ സെക്ഷൻസിലേക്ക് ഞാൻ വരികയാണ് കേട്ടോ. അത് ഞാൻ കുറച്ചുകൂടെ പിന്നെ കാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇത് മലയാളത്തിൽ പറഞ്ഞു തരുന്നത് ഈ +2 അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രധാനമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളത് കഴിവുള്ളത്തോളം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഇത് ധാരാളം പേർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ സാധാരണ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ. അത് ഞാനിപ്പോൾ പറയുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഫ്രീ ആണ്, ഞാൻ റിട്ടയർഡാണ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങളെപ്പോലെയുള്ളവരെ പഠിപ്പിക്കാൻ സഹായിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനിയും കൂടുതൽ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഞാൻ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരും. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക്കായിട്ടൊരു നോളജ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.